കുഞ്ഞുമായി ഫ്ലാറ്റിലേക്ക് കയറിപ്പോയ കുള്ളനെ പിന്നീടുള്ള ദിവസങ്ങളിൽ നിന്നും പുറത്തേക്ക് കണ്ടില്ല. കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേൾക്കാതിരുന്നപ്പോൾ പലരിലും പല സംശയങ്ങളും ഉണ്ടായി. അസാധാരണമായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീൽ അന്തരീക്ഷം ആകെ മൂടി വന്നിരുന്നു. മഴയും ഇടിയും മിന്നലും നിറഞ്ഞൊരു വൈകുന്നേരം കുള്ളന്റെ ഫ്ലാറ്റിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അയാൾ കുഞ്ഞുമായി പുറത്തേക്കിറങ്ങി. അയാൾ എന്നത്തെയും പോലെ കുടയുയർത്തി പിടിച്ചിരുന്നു. അപ്പോഴവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം വിചിത്രമായ ഒരു ബോധോദയമുണ്ടായി. ആ മനുഷ്യന്റെ കൊടയ്ക്ക് കീഴിൽ ശൂന്യമായ വലിയൊരു സ്ഥലമുണ്ട്. ഭൂമിയിലുള്ള യാതൊന്നിനും നിറയ്ക്കാൻ കഴിയാത്ത ശൂന്യത. ജോഷി, ജോഷി, ഞാൻ വെറുതെ ഡീസലും കത്തിച്ച് കൊച്ചിയിൽ പറഞ്ഞതാവരുത്. ഇല്ല സാറേ, ഇല്ല സാറേ, ഞാൻ അവനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. സാറേ താറായ അവിടെ നീക്ക്, ഞാൻ ഇപ്പൊ 10 മിനിറ്റ്. ശരി സാറേ. അമ്മി, നിങ്ങൾ എവിടെ എത്തി?
ടോള് കഴിഞ്ഞിക്കണ്. ഇജ്ജ് ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയ വണ്ടി ഓടിക്കുമ്പോ നിങ്ങൾ ഉറങ്ങിയാലോ? പിന്നെ എന്താ പുതിയ ഒന്നും കിട്ടിയില്ല? കിട്ടിയോന്നാ തലയും കുട്ടി ഇന്നാലിങ്ങക്ക് ഈന്റെ ഉത്തരം കിട്ടൂല. കിട്ടിയാലോ? കിട്ടി അങ്ങക്ക് മാണ്ട തന്നെ സ്പെഷ്യല്. എന്നാ ചോദിക്ക. ശരി, 1000 പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ. എന്താ? 1000 പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ. ഹലോ, ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ തിരിച്ചു വിളിച്ചു. ഞാൻ സ്പെഷ്യൽ റെഡി ആയിരുന്നോ? അതിന് ഉത്തരം കിട്ടിയാലല്ലേ. ഇത് കിട്ടാൻ ഇത്തിരി പൊളിച്ചു. നോക്കാലോ. ഞാൻ വിളിച്ച വെക്കല്ലേ സ്പീക്കറിലല്ലേ, കുറച്ചുകൂടെ വർത്താനം പറയാ. നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചിങ്ങോട്ട് എത്തൂലേ? കൊച്ചിയിലിപ്പോ എനിക്ക് വേറെന്താ പണി? നമുക്ക് ഈ രാത്രി കച്ചവടം വേണ്ടട്ടോ. പിന്നെ നിങ്ങള് കൊച്ചിയിലെ തട്ടടാത്ത കുട്ടികളൊന്നും നോക്കരുതട്ടാ. എന്റെ പൊന്നാര അമ്മയെ, ഈ നട്ടപ്പാതിരാക്ക് റോട്ടിലവിടെ തട്ടിടാത്ത കുട്ടികൾ. ഞാൻ വിളിച്ച സീറ്റ് ബെൽറ്റ് ഇടും. ജോഷി, ഓൻ ഏത് വകുപ്പിലാ ടോക്കൺ കൊടുത്ത് പറഞ്ഞുറപ്പിച്ചെന്ന് 50 ലക്ഷം കൂട്ടി ചോദിക്കണം. അത് സാറേ, ഇടയ്ക്ക് ആരോ കളിക്കുന്നുണ്ട്. ചാവക്കാട് നിന്ന് ഒരു ടീം 2 ദിവസം മുമ്പ് വന്ന് 7.5 കോടി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാണ് നമുക്ക് വരുന്നത്? അതവൻ വാക്ക് പറഞ്ഞോണ്ട്. ഓൻ എന്നോട് 6.5 കോടി പറഞ്ഞോണ്ടല്ലേ ഞാൻ അറബീനോട് 7 പറഞ്ഞത്. അറബിക്ക് കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ പറ്റൂല. ആ സ്ഥലം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ജോഷി, എന്റെ ജോലിയാണ്. സാറേ സംസാരിക്കാം. സംസാരിക്കേ, ജാരക്കാതിരിക്കണ. സാർ അവനൊരു 50 കൂടെ കൂട്ടിത്തരാൻ പറഞ്ഞാ ഓക്കെ ആണോ? അല്ല, ഒന്ന് സംസാരിച്ചു തുടങ്ങാനായിട്ട്. ജോഷി, അറബിന്റെ ഇന്നാട്ടിലെ ഇൻട്രസ്റ്റ് ആള് ഞാൻ എൻ്റെ അണ്ടറിലാക്കി വെച്ചത് എനിക്ക് പൈസ ഉണ്ടാക്കാനാണ്, ഉള്ളത് കളയാനല്ല. ഞാൻ ഈ കൊച്ചിയിൽ വരുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിക്കണം. എന്താ അറിയോ എനക്ക്? നമ്മളെ രണ്ടാളുടെയും മണ്ട ഒരേപോലെ ചിന്തിക്കണം. മുന്നിലുള്ള തടസ്സം കാണരുത്, അതിനപ്പുറത്ത് എന്താണെന്ന് നോക്കേണ്ടത്. ഇരുമ്പിന് ജീവൻ വെച്ചാൽ ഒരു ചിന്തയില്ല. സാറേ, ഇത് തലയ്ക്ക് ചൂരാത്ത പിള്ളേരാണ്. പിള്ളേർ വെറുതെ അഭ്യാസം കാണിച്ചാണ് സാറേ.
ഹലോ, ഉത്തരം കിട്ടിയാ? ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കാണ്. കിട്ടുമ്പോ വിളിച്ച. പിന്നെ നിങ്ങൾക്കൊരു ക്ലൂ മാണാ? വേണ്ട, ക്ലൂ ഒന്നും വേണ്ട. എന്റെ കൽബോ. കെട്ടിയോളാ. ഓ, ഓളെന്നെ സേവ് ചെയ്ത് വെച്ചാ മാറ്റാൻ സമ്മതിക്കൂല. 1000 പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ. എന്താ അറിയോ? സാറൊന്ന് തിരിച്ചു വിളിച്ചു ചോദിച്ചു നോക്കിയേ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ എന്ന്.